ഹലോ ഗേസ്, വെൽക്കം ടു വണ്ടേഴ്സ് ഓഫ് അമ്മണി ആൻഡ് വൈഗ. ഇന്ന് നമ്മൾ ദുബായിലെ ക്രീക്കിലുള്ള ചിൽഡ്രൻസ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. വൈകുകുട്ടി ഇതാ അച്ഛൻ്റെ കൂടെ നല്ല ഓട്ടത്തിലാണ്. അവളിതാ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ചിൽഡ്രൻസ് സിറ്റിയിലെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തിട്ട് അവർ നമ്മൾക്ക് ഗൈഡ് ചെയ്ത് തന്നു. ടോഡ്ലേഴ്സ് ഏരിയ, കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ള ഏരിയ ഫസ്റ്റ് ഉണ്ട്. വൈഗൂസിനോട് പറഞ്ഞപ്പോൾ തന്നെ വൈഗൂസിനോട് ഇവിടെ സെക്യൂരിറ്റി ഉള്ളവർ പറഞ്ഞു. അപ്പോൾ വൈഗു അവർക്ക് ഫസ്റ്റ് ഒന്ന് ഇത് ഷൂസൊക്കെ അഴിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവളിതാ ഉള്ളിലേക്ക് കയറാൻ എക്സൈറ്റഡ് ആയിട്ട് പോകുന്നു. വൈകി ഓരോന്നിലിങ്ങനെ കയറാൻ നോക്കുന്നു. ഫസ്റ്റ് അവളടുത്ത് ഇതാ കയറുന്ന പച്ച ഹെൽപ്പ് ചെയ്യാണ്. നല്ല സ്പീഡ് വരുമ്പോൾ അവൾക്ക് കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ട്. പക്ഷെ വീണാലൊന്നും പറ്റില്ല. നല്ല നെക്സ്റ്റ് ഫ്ലോറാണ്, ചെറിയ കുഞ്ഞാലാണ്. പക്ഷെ അവൾ വേഗം അതിൽ നിന്ന് ഇറങ്ങി. വൈകു നെക്സ്റ്റ് പ്ലേ ഏരിയയ്ക്ക് പോയി. അതിൽ സ്റ്റെപ്പൊക്കെ കയറി പോകുന്നുണ്ട്. അതിൽ അതാ ഒരു ഗ്ലാസ്സിലൂടെ എത്തി നോക്കുകയാണ്. അവിടെ ഇങ്ങനെ ഒരു സൈഡ് മുഴുവൻ ഈ പ്ലേയിങ് ഏരിയാസാണ്. സോ അതിൽ ഇതൊരു ബിഗാണ്. മീൻസ് അതിലൂടെ പോയിട്ട് ഇനി സ്ലൈഡിൽ കൂടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുറേ ബോൾസൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും ബോൾസ് ഇഷ്ടമാവുമല്ലോ, അതും കളർഫുൾ ബോൾസ്. എവിടെ കണ്ടാലും ബോൾസ് എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. സോ ആ സ്ലൈഡിൽ കൂടെ അവൾ ഇറങ്ങി വന്നു. ആദ്യം ഇറങ്ങാനൊരു മടി കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പേടിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണെന്ന്. പക്ഷെ അവൾക്ക് പേടിയൊന്നുമില്ല. സ്ലൈഡ് ഒക്കെ നല്ല ഇഷ്ടമാണ്. അവൾ ഹാപ്പിയായി. മീൻസ് താഴെ വന്നപ്പോൾ കുറേ ബോൾസും എല്ലാ കുട്ടികളും ഇതിലൊക്കെ ഉണ്ട്. അതിലൊരു കുസൃതിക്കാരൻ ഇങ്ങനെ എത്തി നോക്കി എന്നോട് കുറച്ച് നേരം കളിക്കാനൊക്കെ വന്നു. ചെറിയ ഒരു കുഞ്ഞു വാവ ഇരുന്നത്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വാവ. അതിൽ വൈകി പിന്നെ ബോൾസുമായിട്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കളിച്ചുകൊണ്ട് നടന്നു. നെക്സ്റ്റ് അവൾ കയറിയൊരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്പീഡിൽ റൗണ്ട് ചെയ്യുമ്പോൾ ആൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഒരു രഥം പോലെ ഒരു സാധനം നിർത്തി വെച്ചിട്ടുണ്ട്. അത് എന്തിനുള്ളതാണെന്ന് നമുക്കറിയില്ല, ബട്ട് അതൊന്നും തൊടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പീഡായിട്ട് പോവുകയാണ്. വൈകു അച്ഛൻ ഓടി പോവുകയാണ്. മീൻസ് 6 o'clock മുകളിലൊരു ഷോ ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോ ടൈമിൽ അവിടെ ഓരോ ഷോ ഉണ്ട്. സോ നെക്സ്റ്റ് ഷോ 6 o'clock നമ്മൾ വന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊളാരിസ് എന്നാണ് അവർ ഷോയുടെ നെയിം പറഞ്ഞത്. അങ്ങനെ അത് 2nd ഫ്ലോറിലാണ്. അങ്ങനെ നമ്മൾ 2nd ഫ്ലോറിലെത്തി. ഒരു തിയേറ്റർ സെറ്റപ്പ് ആയിരുന്നു. ആ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിയപ്പോൾ തന്നെ അറിയാം കുറേ പേര്. എന്നാലും കുറച്ച് സമയം കളിക്കലും ഇതൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ കുറച്ച് നേരം നല്ല സീറ്റിലിരുന്ന് കുറച്ച് റിലാക്സ് ചെയ്യാൻ ടൈം കിട്ടി. മീൻസ് ആ സ്ക്രീൻ എന്ന് പറയുന്നത് മുകളിലാണ്, സീലിങ്ങിലാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ വൈകു ഇതെന്താണ് ഷോ എന്നറിയില്ലല്ലോ. ഷോയുടെ കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണൂ. You know what? We're gonna eat some good frozen fish. It's yummy, and I've got lots in my igloo. It must be really nice to go around the world. I would really like to travel too. I have never left my iceberg. I don't know how to swim. I thought all bears knew how to swim. No, not me. Hey, what's the South Pole like? Oh, it's pretty much like the North Pole. It's cold, just like here. The only difference is that under the ice we don't have the sea but stones. Anyway, you have to dig down deep, you know. There's a lot of ice. I have an idea. I can show you a little bit. I held on to a fragment of ice from the South Pole. ഷോ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം താഴത്തേക്ക് പോകുന്നു. കാരണം 6:30 മ്യൂസിക്കൽ ചെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ. സോ അതിൽ അവളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം താഴത്തേക്ക് വന്നു. കുറച്ച് റൗണ്ട്സൊക്കെ അവൾ നന്നായി പോയി. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ഔട്ടായി. പക്ഷേ നമ്മൾ അവളെ പ്രോത്സാഹിപ്പിച്ചു. മീൻസ് അവൾ അതുവരെയെങ്കിലും എത്തിയല്ലോ. അതിനെ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. കാരണം നന്നായി അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു.
മ്യൂസിക്കൽ ചെയർ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള മ്യൂസിയംസ് കാണാൻ പോയി. അവിടെ ഫസ്റ്റ് കാണുന്നത് തന്നെ ഒരു നേച്ചർ സെൻ്ററാണ്. അതൊരു ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറി ചെല്ലുമ്പോൾ അച്ഛൻ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് പേടിപ്പിച്ചു. അവൾ ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ അച്ഛൻ്റെ കൈയും പിടിച്ച് പോയി. അവിടെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് തന്നെ ഒരു ഡൈനോസറിൻ്റെ സ്കെൽട്ടണാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫിഷസിൻ്റെ അക്വേറിയം അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ അവിടെ കണ്ടത്. ഒരു ഷെല്ലിൻ്റെ ഷേപ്പിലൊരു ചെയർ ഉണ്ടായിരുന്നു. വൈകു അതിൽ കയറിയിരുന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഒരു ഡെസേർട്ടിൻ്റെ സൈഡാണ് അടുത്ത സൈഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് അത് ഒറിജിനലാണോ അങ്കിൾ എന്നൊക്കെ. അടുത്ത നെക്സ്റ്റ് വന്നിട്ട് ഓരോ കൺട്രീസിൽ ഉള്ള സ്റ്റുഡൻസ് സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മീൻസ് അവിടെ ഓരോ ഫോൺ വെച്ചിട്ടുണ്ട്. അതിലോരോന്ന് നമ്മൾ ചെവിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ സംസാരിക്കുന്ന ലാംഗ്വേജുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോഴത്തെ ഒരു കുസൃതിക്കാരൻ വേറൊന്നെടുത്തിട്ട് വേറൊരു ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളൊരു കുതിരവണ്ടിയാണ് കണ്ടത്. മീൻസ് വൈകു പറഞ്ഞു അമ്മ ശരിക്കുള്ള കുതിരയാണ് എന്നൊക്കെ പറഞ്ഞു വരികയാണ്. മീൻസ് പിന്നെ അവൾക്കത് ഇഷ്ടമായി. അപ്പോൾ അവിടെ ഒരു ആനയുടെ സ്റ്റാച്യു കണ്ടു. വൈകുവിനോട് ഞാൻ പറഞ്ഞു അത് പോയി കാണാമെന്ന് പറഞ്ഞപ്പോഴൊക്കെ അവൾക്ക് വീണ്ടും ആ സ്റ്റുഡൻസിൻ്റെ അവിടെ വന്നിട്ട് ഫോണിൽ എന്താ കേൾക്കുന്നത് അവരുടെ സംസാരങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പോരെ വൈകു അമ്മ അങ്ങോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അത് നമ്മളെ നാട്ടിലൊക്കെ ഈ പൂരത്തിന് ആനേനെ നിർത്തില്ലേ, അതേപോലെ നമ്മളെ നാട്ടിലത്തെ അല്ല, മീൻസ് വേറെ ഏതോ കൺട്രിയുടെയാണ്. അവിടെ അങ്ങനെ ആനേനെ നെറ്റിപ്പട്ടൊക്കെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നെറ്റിപ്പട്ടല്ല, അവർ രാജ്യത്ത് ഒരു സ്റ്റാച്യു ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളതിൻ്റെ മുന്നിൽ നിന്നു ആസ് യൂഷ്വൽ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുന്ന് പോന്നു. അടുത്തത് സയൻസ് മ്യൂസിയമാണ്. അപ്പോൾ അവിടെ ഹ്യൂമൻ ബോഡി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബോഡിയുടെ പുറത്തേക്ക് തന്നെ ഒരു മൗത്ത് കാണുന്നുണ്ട്. വൈകു അതിനെ ലക്ഷ്യമിട്ടിട്ടാണ് ഓടുന്നത്. മീൻസ് അവൾക്ക് അതിലെന്താണെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് അവൾ സ്പീഡിൽ പോവുകയാണ്. വേഗം അവൾ പോയിട്ട് മൗത്തിൻ്റെ ഉള്ളിലേക്ക് കയറി നീക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവിടുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളൊരു എക്സസൈസ് ചെയ്യണ ഒരു മെഷീൻ കണ്ടു. അവിടെ പോയി. അപ്പോൾ അതിൽ കയറുന്ന വൈകു സൈക്കിൾ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിൽ ഒരു സ്പൂക്കി സ്കെൽട്ടണാണ്. നമ്മൾ എക്സസൈസ് ചെയ്യണം, നമ്മളെ കാലിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ആ സ്കെൽട്ടൻ്റെ കാലും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകു ഓരോ ലെൻസിലൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ നോക്കി. പിന്നെ അവിടെ ഒരു ഹ്യൂമൻ ബോഡി പാർട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലെ സ്റ്റുഡൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ബോഡി പാർട്സും അത് മൂവബിളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നെടുത്ത് നമുക്കതിനെ പഠിക്കാം. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേക്ക് വൈകക്കുട്ടി അച്ഛൻ്റെ കൂടെ പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എർത്ത് സയൻസ് ഗാലറി. എർത്ത് സയൻസ് ഗാലറിയാണ് ഇവിടെയുള്ള. സോ നമുക്ക് അത് നോക്കാം. അച്ഛനാകെ ടയേർഡായിരുന്നു. അച്ഛൻ ക്ഷീണിച്ചു വരുന്നു. വൈകു നടക്ക്. ഇവിടെ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട സൈഡിൻ്റെ ഒരു അപ്സ്റ്റെയർ പോലെയാണ്. കുറേ പിക്ചേഴ്സൊക്കെ ഇങ്ങനെയുണ്ട്. The Globe Experience. ഗ്ലോബ്. ഇപ്പം നമ്മൾ ദുബായിൽ നിൽക്കുന്ന നമ്മുടെ സ്ഥലം കാണിക്കുന്ന ബുർജ് ഖലീഫ. ഓക്കെ, ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ഇവിടെ മൂവ് ആവും. ടോക്കിയോ ടവർ.
ആയിട്ടുള്ള ഒന്നും കളിക്കുന്നില്ലാത്ത കാണാൻ നമുക്ക് താജ്മഹൽ. ഇങ്ങനെയാണ്. താജ്മഹൽ പ്രസ് ചെയ്തിരിക്കുകയാണ്. താജ്മഹൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് പോവുകയാണ്. താജ്മഹലിൻ്റെ വ്യൂ, താജ്മഹലിൻ്റെ ഒരു ഇന്ത്യ വ്യൂ കാണിക്കുന്നുണ്ട്. ഇന്ത്യ ആക്കണ്ടോ താജ്മഹൽ ഇന്ത്യയിലാണ്. താജ്മഹൽ ഇതാ പാം, നമ്മൾ ദുബായിലുള്ള പാം. ഖലീഫ. വാവ്. അങ്ങനെ നമുക്ക് എർത്തിൻ്റെ ഓരോ എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ കൊളോസിയം, എന്താണ് വിക്ടോറിയ വാട്ടർഫോൾസ്. നല്ല ഫേമസ് ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും നോ ഫോൾസ്, വിക്ടോറിയ വാട്ടർഫോൾസ്. നോടാ, ഇതാണ് ഗ്ലോബ് നയാഗ്ര വാട്ടർഫോൾസ്. വാവ്. വൈകു വാട്ടർഫോൾസ് ഒക്കെ. സോ നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്കിങ്ങനെ കാണുന്നതൊക്കെ നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരണം. വൈകു ഏതാ പ്രസ് ചെയ്യണേ? മാച്ചു പിച്ചു. സോ വൈകു മാച്ചു പിച്ചു പ്രസ് ചെയ്തിരിക്കുകയാണ്. ഇത് അപ്പോൾ നമുക്കതാ മാച്ചു പിച്ചു നമുക്ക് കാണാം. വൈകു നെക്സ്റ്റ് ഷാർജ ബ്ലൂ സോക്കാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. സോ ഷാർജ ബ്ലൂ സോക്ക് കാണുന്നു. സോ വൈകു നെക്സ്റ്റ് എന്താ എടുക്കുന്നത്? ഡിസ്നി വേൾഡ്. വൈകു ഡിസ്നി വേൾഡാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. സോ വാവ്, ഡിസ്നി വേൾഡ്. വൈകുത ഫൈനലായിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ എടുത്തു. നെക്സ്റ്റ് പെട്ര. വാവ്, സൂപ്പർ. അത് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജാണ് എടുത്തത്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്. വീണ്ടും വൈകു ഏതാ പ്രസ് ചെയ്യുന്നത്? ടോക്കിയോ ടവർ. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം ക്ലോസിങ് ടൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. വൈകു